ചെറുധാന്യങ്ങൾ അല്ലെ മില്ലറ്റ്സിനെ പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് റാഗി. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏറ്റവും ആദ്യം നന്നായിട്ട് കാൽസ്യം അയണും ഒക്കെ ഉള്ളതാണ്. എല്ലാ ചെറുധാന്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. ധാന്യങ്ങളും കാൽസ്യം ഒക്കെ ഉള്ളതാണ്, മിനറൽസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതുകൊണ്ട് പ്രമേഹക്കാർക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിത് റാഗി. പിന്നെ ഇത് ബജ്ജറ ഒരൽപ്പ ചെറുധാന്യങ്ങളിൽ വലുപ്പമുള്ളതാണ് ഈ ബജ്ജറയും മണിച്ചോറും. ഇത് രണ്ടും വേവാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കഞ്ഞി വയ്ക്കണേ വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ കഞ്ഞി വെച്ചാൽ പെട്ടെന്ന്. ഇത് പിന്നെ റാഗി തന്നെ, വറുത്ത റാഗിയാണെന്നേ ഉള്ളത്. പിന്നെ ഇത് ബാനിയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ചാമ തിനയൊക്കെ പോലെ തന്നെയുള്ള ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ധാന്യമാണ്. ഇതും അതുപോലെ തന്നെ ഇത് തിന. ഇത് നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ? ഇതാണ് അറിഞ്ഞത്. റാഗി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിചയമുള്ളത് ഈ തിനയാണ്. ഇതും പിന്നെ പച്ചയ്ക്ക് കൊടുക്കുന്ന തിനയും ഇതുമായിട്ട് അല്പം വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താ വ്യത്യാസം എന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ടാലൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കണേ. പിന്നെ തിന തന്നെ പല വർഗ്ഗം കാണും. നെല്ലും ഗോതമ്പൊക്കെ പല വർഗ്ഗമുള്ളതുപോലെ തന്നെ. അപ്പോൾ ഒന്ന് തിന നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാം. പിന്നെ ചാമ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, തീർന്നുപോയി. ചാമയ്ക്ക് ഇതിലല്പം ഏറ്റവും ചെറുധാന്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിവിടെ വാങ്ങിക്കുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും ചെറുത് ചാമയാണ്. പിന്നെ തിന, ഫോക്സ് ടെയില്, ബാനിയാടൊക്കെ മൂന്നും ഏതാണ്ട് ഒരേ വലുപ്പമാണ്, ഒരേ നിറവുമാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അല്പം. പിന്നെ ഇതൊന്ന് ബാർലി. ഇതും അല്പം വലുതാണ്. ഇതിനൊരു ചെറിയ അരിയുടെ അത്രയും വലുപ്പം ഇല്ലെങ്കിലും ഇത് നല്ല വേവുണ്ട്. ബാർലി വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് രാവിലെ നമ്മൾ വേവിച്ചാൽ അതിൻ്റെ കഞ്ഞിവെള്ളം കുടിക്കുകയും ചെയ്യാം. കൂടുതൽ വെള്ളത്തിൽ വേവിക്കണം. അവസാനം അതിൻ്റെ ചോറ് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് തണുപ്പാണ്. അപ്പം പിന്നെ മൂത്ര സംബന്ധമായ അല്ലെങ്കിൽ കിഡ്നിക്ക് അല്ലെ മൂത്രത്തിക്കല്ല് അല്ലെ പിന്നെ മൂത്രം ചുടിയിൽ അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻ, യൂറിനൽ ഇൻഫെക്ഷനൊക്കെ നല്ലതാണ്. ഇത് തണുപ്പാണ്. ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവ് കാണും. അതുകൊണ്ടാണല്ലോ ബാക്ടീരിയ ആണല്ലോ യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം തന്നെ എല്ലാ ചെറുധാന്യങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ പ്രോട്ടീനും ഉണ്ട്. നെല്ലിലും ഗോതമ്പിലും ഒക്കെ കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ചെറുധാന്യങ്ങളിൽ പ്രോട്ടീൻ ഉണ്ട്. അത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ അളവിലാണുള്ളത് മറ്റേ അരിയും നെല്ലിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മില്ലറ്റ് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും മില്ലറ്റ് ശീലമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മില്ലറ്റുകൾ കഴിക്കുന്ന ശീലം ഉണ്ടാക്കാം. ഈ മില്ലറ്റുകൾ കഞ്ഞി വെച്ചിട്ട് ഒരല്പം എന്നാണ് ഷിയാസീഡൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർന്ന് കഴിയുമ്പം ആ കഞ്ഞിക്കകത്തിട്ട് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു നേരം വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ട്. അല്ലെ വിശപ്പും പ്രോട്ടീനുണ്ട്, ധാതുക്കളും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളിടത്തോളം അളവിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ വിശപ്പും ദാഹമൊന്നും ഉണ്ടാകില്ല. മില്ലറ്റ് കഞ്ഞിയും മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ്, പുട്ട്, ദോശ, അപ്പം, തേങ്ങ ചേർത്ത് അപ്പം ഉണ്ടാക്കാം, ഉഴുന്ന് ചേർത്ത് ദോശ ഉണ്ടാക്കാം. അതുപോലെ ഈ മില്ലറ്റുകൾ പലത് ചേർത്ത് ഒരുമിച്ച് കുതിർത്ത് ഉഴുന്നും ചേർത്ത് അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കാം. പുളിക്കാൻ വെക്കണം, മയം വരണം, അല്ലെ പൊങ്ങി വരണം. അപ്പോൾ അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസോ ചിക്കനോ ഏലക്കറിയോ മുട്ട എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അതുപോലെ അപ്പം തേങ്ങ ചേർത്ത് ഇത് അരച്ച് വെച്ച് പുളിച്ച് കഴിയുമ്പം നമുക്ക് ഈസ്റ്റ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുളിച്ച് കഴിയുമ്പം നമുക്ക് അപ്പം ചൂടാം. അപ്പം ഞാൻ ഇനി ഈ മുല്ലറ്റുകളെല്ലാം ഒന്നും കൂടെ നിങ്ങളെന്ന് അടുത്ത് കാണിക്കാം. കാരണം ഇതിങ്ങനെ കാണിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ അടുത്ത് ഉള്ളതല്ല, ഇതൊന്നുമല്ല, ഇഷ്ടംപോലെ ചെറുധാന്യങ്ങളുണ്ട്. ഉള്ളവയെ ഒന്ന് അടുത്ത് കാണിക്കാം. അടുത്ത് കണ്ടോ? ഇത് റാഗി, ഇത് വറുത്ത റാഗിയാണ്. ഇത് ബജ്ജറ, ഇത് മണിച്ചോളം, ഇത്
തിന, ഇത് കുതിരവാലി, ഇത് കോടോ, ഇത് ബാർലി. പിന്നെ ഉള്ളത് നമുക്ക് അറിയാവുന്നത് ഫോക്സ് ടെയിൽ. അതാണെങ്കിലും അതിൻ്റെ മലയാളം പേര് ഫോക്സ് ടെയിൽ. വരക് തന്നെ പലതരമുണ്ട് കേട്ടോ, പല നിറത്തിൽ കിട്ടുന്നതുമുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷിയാ സീഡ്. ഈ ഷിയാ സീഡ് 1 സ്പൂൺ വൈകുന്നേരം വെള്ളത്തിലിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് ഇളക്കി വെക്കണം. കാരണം ഇത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും. എന്നിട്ട് നമ്മൾ ഈ കഞ്ഞി വയ്ക്കുമ്പം അതിനകത്ത് അവസാനമായിട്ട് അല്പം ഇത് ചേർത്താൽ നല്ലതാണ്. പിന്നെ എൻ്റെ അടുത്തുള്ള 2 ധാന്യമാണ്. ഇത് ഓട്സ്, ഇത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ. കണ്ടോ, അല്പം ഒത്തിരി അങ്ങോട്ട് അവല് പോലെ തീരെ കനം കുറച്ചിട്ടില്ല. എന്നാൽ പോലും ഇത് ചൂടുവെള്ളം, ഇത് 2 സ്പൂണ് എടുത്തൊരു ഈ ഓട്സ് ഒരു 2 സ്പൂൺ ഒരു ബൗളിലെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് നല്ലത് ഈ ഓട്സാണ്. ഇത് സ്റ്റീൽ കട്ട, ഇതിൽ എഴുതിയിരിക്കുന്ന പേര് സ്റ്റീൽ കട്ട ഓട്സ്. ഈ ഓട്സാണ് പിന്നെ നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് നല്ലത്. ഇത് കുതിർത്ത് വെച്ചിട്ട് ഉപ്പുമാവും ഉണ്ടാക്കാം. ഉണ്ടോ, ഈ ഓട്സ് ഒന്ന് ഞുറുക്കിയ ഓട്സാണ്. ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുറച്ച് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ആവി കയറ്റിയിട്ട് കയറ്റാതെയോ ഉപ്പുമാവ് ഉണ്ടാക്കാം. അതുപോലെ കഞ്ഞി വെച്ച് സാധാരണ അരി കൊണ്ട് കഞ്ഞി വെക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ച് കഴിക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ഇതിനൊത്തിരി കറിയൊന്നും വേണ്ട. ഒരു അല്പം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് പിന്നെ അല്പം പച്ചക്കറി ഇലയോ എന്തെങ്കിലും ഒരു നെയ്ക്കകത്ത് മൂപ്പിച്ച്, ഇച്ചിരി മുരിഞ്ഞയില നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇതിനകത്തോട്ടിട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങി മുറിച്ചിടാം. അങ്ങനെയൊക്കെ ഈ ഓട്സ് കഞ്ഞി കുടിക്കാം. അപ്പോൾ നമ്മളിന്ന് ഓട്സ് 2 തരം, പിന്നെ ഈ ബാക്കിയുള്ള 5-6 ചെറുധാന്യങ്ങളെ പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 100 ഗ്രാം വീതമൊക്കെ ആയിട്ട് ഒരു പാക്കറ്റിൽ തന്നെ ചെറിയ പാക്കറ്റുകൾ അതിനുള്ളിലാക്കി കിട്ടും. അതിന് വലിയ വിലയൊന്നുമില്ല. ഈ ചെറുധാന്യങ്ങൾ വലിയ വിലയൊന്നുമില്ല. 100 രൂപയ്ക്ക് 9 തരം ധാന്യങ്ങൾ കിട്ടും. ഇതൊക്കെ ഇത് ഇത്ര വളവിൽ കിട്ടും. ഇതുണ്ടോ, ഇത് 2 പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇതൊക്കെ ഞാൻ പകുതി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ പകുതി ഉണ്ടാക്കിയിട്ട് ബാക്കി പകുതി ഇരിക്കുന്ന ഇതിനെ ഉണ്ടാക്കിയതില്ല. അതുകൊണ്ട് ഇത് അരപ്പാത്രമുണ്ട്. ഇത് നമുക്ക് 2 പേർക്ക് അല്ലെ 3 പേർക്ക് കഞ്ഞി വയ്ക്കാനുള്ളതുണ്ട്. ഇത് മാത്രം സെപ്പറേറ്റ് മേടിച്ചതാണ്. കൂടുതൽ മേടിച്ചു കാരണം ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അതിനകത്ത് ഇത് ഓരോ സ്പൂൺ ചേർക്കാം. ഓട്സ് കൊണ്ട് ഈ ഓട്സ് കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, ഇത് കഞ്ഞി വെച്ച് കുടിക്കാം. അങ്ങനെ കുറച്ച് ധാന്യങ്ങൾ നിങ്ങളിന്ന് പരിചയപ്പെട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ ഒരു ജീവിത ഭക്ഷണ ശൈലിയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ അല്ലെ 1 ഇടവിട്ട ദിവസമൊക്കെ നമുക്ക് ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശീലമാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.